അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നമ്മുടെ ഇഹത്തിലും പരത്തിലും കണ്ണിന് കുളിർമ നൽകുന്ന മക്കളാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ പോറ്റി വളർത്തി വലുതാക്കി ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ആ മക്കളെ വെട്ടിക്കൊല്ലേണ്ടി വരുന്ന, അടിച്ചു കൊല്ലേണ്ടി വരുന്ന സാഹചര്യമാണ് പല കുടുംബങ്ങളിലുള്ളത്. ഒരു സെക്കൻഡ് മതി. ഇപ്പോൾ ഇന്നലെ നിലമ്പൂരിൽ ജാതിയും അതൊക്കെ ഏതോ വട്ടെ, മനുഷ്യന്മാരല്ലേ, ഒരു അമ്മായിമ്മ ഒരു മരുമകൾ അങ്ങോട്ട് വെട്ടിക്കൊന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അതിൻ്റെ ആ സംഭവം നടക്കുന്നതിൻ്റെ ഒരു 2-3 മിനിറ്റ് മുമ്പ് ആ അമ്മ വിചാരിച്ചിട്ടുണ്ടാവുമോ, ഞാനിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ജയിലിലാണ്, ഇനി ജയിലിൽ അഴിയെണ്ണലാണ് എൻ്റെ പണി എന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഏതോ ഒരു നിമിഷത്തിൽ മരുമകളോട് ദേഷ്യവും പകയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇതൊന്നും കരുതിയിട്ടുണ്ടാവില്ല. എങ്ങനെ വന്നാലും ഏതോ ഒരു നിമിഷത്തിൽ അവരെ ദേഷ്യം വർദ്ധിച്ചു, പിന്നെ അവരെ തന്നെ മറന്നു, കൊല്ലിയാണ് ഉണ്ടാകുക. പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു? എന്താണിപ്പോൾ അവരുടെ അവസ്ഥ? ഇതേപോലെ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് മതി എന്തെങ്കിലും സംഭവിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, പിന്നെ കിടക്കുക. എൻ്റെ ഒരു കസിൻ, എൻ്റെയൊക്കെ പ്രായമുള്ളൊരു പെൺകുട്ടി, ഇപ്പോൾ ഒരു 15 വർഷമായി കാണും. 15 വർഷം മുൻപ് ഒരു ദിവസം അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല, ചെറുപ്പക്കാരിയായ 15 വർഷം മുമ്പ് എൻ്റെ പ്രായമുള്ള പെൺകുട്ടി. അപ്പോൾ അവൾക്കന്നൊരു 10-30 വയസ്സ് പ്രായം. പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുറം വേദന അനുഭവപ്പെട്ടു. വേറെ ഒരു കുഴപ്പം, ഒരു അസുഖം, മരുന്ന് കഴിക്കുക ഒന്നുമില്ല. ആ പുറം വേദന വന്നു, അവൾ വന്ന് കിടന്നപ്പോൾ പിന്നെ അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല, അങ്ങനെ കിടക്കുകയാണ്. പമ്പേഴ്സ് കെട്ടിയിട്ടാണ്. അന്ന് മുതൽ എത്ര ഡോക്ടറെ കാണിച്ചു, ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ സംഗതി മുന്നിൽ വെച്ച് നിങ്ങളോടൊക്കെ പറയുന്നത്, ഒരു സെക്കൻഡ് മതി എല്ലാം മറിയാൻ. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും യത്തീമുകൾ എന്ന് പാടിയില്ലേ? എത്ര അർത്ഥവത്താണത്. പടച്ചവൻ്റെ കാരുണ്യം ഇല്ലാതെ പോയാലേ എത്ര സ്വത്തുണ്ടായിട്ടും, എത്ര മക്കളുണ്ടായിട്ടും, എത്ര ആരോഗ്യമുണ്ടായിട്ടും, എത്ര സൗന്ദര്യമുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ്. ആ കാരുണ്യത്തിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന നാളുകളിലൂടെയാണ്. അത് ആദ്യത്തെ 10 മാത്രമല്ല, റമദാൻ മുഴുവനും ഉണ്ട് അള്ളാഹിൻ്റെ റഹ്മത്ത്, കഴിഞ്ഞിട്ടില്ല. പടച്ചവനോട് സോറി പറഞ്ഞ്, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പിരുന്നാൽ പുറത്തു തരാവുന്നതേ ഉള്ളൂ എല്ലാ തെറ്റുകളും. റഹ്മാനായ റബ്ബ് ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും അള്ളാഹു അവൻ്റെ രക്ഷയും അവൻ്റെ കാവലും അവൻ്റെ റഹ്മത്തും ബറക്കത്തും സദാ നമ്മിൽ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോൾ എന്ത് പറയണം എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷെ ഇത്തിരിയേ പറയാൻ കഴിയുള്ളൂ എന്നുള്ളത്. നമ്മളെല്ലാവരും സ്വർഗം പ്രതീക്ഷിച്ചു കൊണ്ടാണല്ലോ ഈ അമലൊക്കെ ചെയ്യുന്നത്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു ദാറുസ്സലാമിലേക്ക് വിളിക്കുകയാണ്, നമ്മുടെ തറവാട്ടിലേക്ക്. അസ്ല് നമ്മൾ എവിടുത്തേരാണ് അസ്ല്? നമ്മൾ പറയാറില്ലേ, ചില ആളുകളൊക്കെ പറയും, ഞങ്ങൾ അസ്ല്, എന്നോട് തന്നെ ഇവിടുന്ന് എത്ര ആളുകൾ പറഞ്ഞു ഞങ്ങൾ അസ്ല് ചാവക്കാട്ടരാണ്, ഞങ്ങൾ അസ്ല് പൊന്നാനിക്കാരാണ്, ഞങ്ങൾ അസ്ല് കൊടുങ്ങല്ലൂരാണ്, ഞങ്ങൾ അസ്ല് കോയമ്പത്തൂരാണ്. ഇനി ഞങ്ങളവിടെ ഉള്ള പലരും പറയും ഞങ്ങൾ അസ്ല് പാലക്കാട്ടുകാരാണ്, ഞങ്ങളുടെ വെല്ലിപ്പായിട്ട് ഇവിടെ വന്ന് കാണിച്ചതാണ്. നമ്മുടെ അസ്ല് ഏതാ? യഥാർത്ഥത്തിൽ നമ്മുടെ അസ്ല് ഏതാ? നമ്മുടെ അസ്ല് സ്വർഗ്ഗമാണ്. കാരണം എന്താ? നമ്മുടെ ഉപ്പയും ഉമ്മയും അവിടെയാണ് ജീവിച്ചത്, അവിടെ നിന്നാണ് വന്നത്. ആദം നബിയും ഹവ്വാ ബീവിയും അവിടെ നിന്ന് വന്നവരാണ്. അതുകൊണ്ടാണ് ഹബ്ബുൽ വതനി മിനൽ ഈമാൻ, ആ വതനിനോടുള്ള, സ്വദേശത്തോടുള്ള സ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ്. അവിടെ നിന്ന് വന്നതാണ് നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. അവിടേക്ക് അള്ളാഹു നമ്മെ വിളിക്കുകയാണ്. എങ്ങനെ പോകണം? കുടുംബസമേതം പോകണം, എല്ലാവരും ഒന്നിച്ചു പോകണം. ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിൽ പോകണം. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതല്ലേ, അവരും അവരുടെ ഇണകളും അലൽ അറായികി
മുത്തക്കിഊൻ. അവർ ചാരുമഞ്ചങ്ങളിൽ ഇരുന്ന് എന്താ പറയുക ആനന്ദിക്കുകയാണ്. അപ്പോൾ കുടുംബത്തോടൊപ്പം പോകാൻ ഞാൻ ഈ റമദാനിൻ്റെ സമാപനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നു, റമദാൻ കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പിരിയും. എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകണം, ഓരോ കുടുംബത്തിലും ദീന് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പള്ളിയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്ന് അല്ല ദീൻ, പള്ളിയിൽ മാത്രമല്ല ദീന് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലാണ്. ഏത് വീട്ടിൽ നിന്ന് ഈ കുട്ടി എവിടുത്തതാണ് ഈ കുട്ടി, ഇത് ആരെ മോനാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന ആളെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ മാതിരി ആ വാപ്പയുടെ ഉമ്മയുടെ ഗുണം ഈ കുട്ടിയിലുണ്ടാകും. മദ്രസയിലും സ്കൂളിലല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. മദ്രസയും സ്കൂളും അതിൻ്റെ അക്കാഡമിക് കാര്യങ്ങളെ പഠിപ്പിക്കുക. മദ്രസയിൽ പോലെ ഇന്നത് ചൊല്ലണം, ഇന്ന ദിക്ർ ചൊല്ലണം, അത് അവിടുന്ന് പഠിപ്പിച്ചു തരും. വീട്ടിൽ വന്ന് പഠിച്ചാൽ മതി. സ്കൂളിൽ നിന്നും പഠിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ കുറേ തിയറീസ് പഠിപ്പിക്കും. ഇതൊക്കെ പരിശീലിക്കേണ്ടത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. അൽ ഉമ്മു മദ്രസത്തുൻ. ഒരു കുട്ടിയുടെ മദ്രസ, പ്രൈമറി സ്കൂൾ ഉമ്മയാണ് കുട്ടിയെ വളർത്തേണ്ടത്, വാപ്പയാണ് കുട്ടിയെ വളർത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കേൾക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. കുടുംബം നന്നാകണം. നമ്മൾ സാധാരണ നിക്കാഹിൻ്റെ ഖുതുബകളിലൊക്കെ പറഞ്ഞു പോകാറുള്ളതാണ്, കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പമുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കൂടുമ്പോൾ ആർക്കാണ് ഇമ്പമുള്ളത്? ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലാണ് ഇമ്പം. ക്ലബിൽ പോയാൽ ഇമ്പമുണ്ട്. രാത്രി 12 മണിക്കും 1 മണിക്കും, റമദാനിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇബാദത്തുകൾ ബന്ധപ്പെട്ട് വൈകുന്ന കാര്യമല്ല, അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി 12 മണി വരെ ക്ലബിലും പാർട്ടി ഓഫീസുകളിലും കുത്തിയിരുന്ന് വീട്ടിലേക്ക് ചെല്ലാൻ, അങ്ങനെയാ ചെല്ലുന്നതെങ്കിൽ താല്പര്യമില്ല, ഉറങ്ങാൻ ടൈമിലേ ചെല്ലൂ എങ്കിൽ അവൻ്റെ വീട്ടിൽ അവർക്ക് ഇമ്പമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഭർത്താവ് കയറി വന്നാലോ പെണ്ണിന് സമാധാനമില്ല, ഉപരൊന്ന് വൈകിട്ട് വന്നാൽ മതി, ആ വീട്ടിൽ ഇമ്പമില്ല എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇമ്പമുണ്ടാവണമെങ്കിൽ ചെറിയൊരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. ഖാല റസൂലുള്ളാഹി കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്, എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്തം. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, എല്ലാവരോടും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് പറഞ്ഞു, വറജുലു റാഇൻ ഫി അഹ്ലി, ഒരു പുരുഷൻ അവൻ്റെ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ്, ഉത്തരവാദിയാണ്. ആർക്കാ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം? പുരുഷന്മാർക്കാണ്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും പറയുക, സ്ത്രീ പുരുഷന്മാരില്ലേ, നമ്മുടെ ഭാര്യയും ഭർത്താവും, ഇണ തുണ എന്ന് പറഞ്ഞ സൗജത്ത്, അവർ നന്നായാൽ, അവർക്കിടയിൽ ഐക്യമുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും. ഇത് അവിടെ തകർന്നിട്ട് ഇനി പള്ളിയിൽ വന്നിട്ട് വലിയ നിസ്കാരത്താഴമ്പൊന്നും ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഭാര്യയും ഭർത്താവ്, ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു തറക്കല്ലിടലാണ് യഥാർത്ഥത്തിൽ. ഭാര്യയും ഭർത്താവും നന്നാകണം. അപ്പോൾ ഭാര്യമാർക്കാണോ കൂടുതൽ സ്ഥാനമുള്ളത് കുടുംബത്തിൽ, ഭർത്താക്കന്മാർക്കാണോ? ഉത്തരം പറയണമെന്നില്ല, ആലോചിച്ച് നോക്ക്. ഭർത്താക്കന്മാർക്കാണോ കൂടുതൽ സ്ഥാനം, ഭാര്യമാർക്കാണോ? ഭർത്താക്കന്മാർക്കാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും പിണങ്ങും, ഇനി നേരെ മറിച്ച് പറഞ്ഞാൽ ആണുങ്ങളും പിണങ്ങും. ആർക്കാണ് കൂടുതൽ സ്ഥാനം കുടുംബത്തിൽ? ഞാൻ പറയുന്നു ഈക്വലാണ്. ഇത് കേട്ടിട്ട് നിങ്ങളങ്ങോട്ട് പോകല്ലേ, ബാക്കി കൂടെ കേൾക്കണം കേട്ടാ. ഈക്വലാണ് യഥാർത്ഥത്തിൽ. സാധാരണ പറയാറുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഒരു സൊസൈറ്റി രൂപീകരിക്കുമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. 10 ആളുണ്ട് ഈ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്, നമുക്കൊരു സ്ഥാപനം ആരംഭിക്കണം. 10 അംഗങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. നന്നായി ശ്രദ്ധിക്കണേ, 10 പേര്. ആ 10 പേരും ഒരാൾ 10 ലക്ഷം വീതം വെക്കുകയാണ്. 10 ലക്ഷം വീതം അതിൽ ഇട്ടിട്ടുണ്ട് ഓരോരുത്തരും. ഇതിൽ ആർക്കാ കൂടുതൽ സ്ഥാനം? ആർക്കാ സ്ഥാനം? ഈക്വൽ. എല്ലാവർക്കും ഒരുപോലെയാണ്. കാരണം എന്താ, എല്ലാവരും ഒരുപോലെയാണ് വെച്ചിട്ടുള്ളത് എന്ന് കരുതി 10 ആൾക്കും അതിൻ്റെ ചെയർമാനാകാൻ പറ്റുമോ? എനിക്കും ഇങ്ങനത്തെ കുറേ സ്ഥാനമല്ലേ, എല്ലാവർക്കും 10 ആളും ഒരുപോലെയല്ലേ. 10ൽ ഒരാളെ ചെയർമാനാകാൻ പറ്റൂ. അത് ആരെ പിടിച്ച് ചെയർമാനാക്കും? കൂടുതൽ കാശുള്ള ആളാണോ? അങ്ങനെ ഒന്നുമില്ല.
ആ കൂട്ടത്തിൽ ജനങ്ങളിൽ കുറച്ച് സ്വാധീനമുള്ള, അല്ലെങ്കിൽ സംസാരിക്കാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള, ഏതെങ്കിലും നിലക്ക് ഒരു കമാൻഡിങ് പവറുള്ള ആരാണോ ആ 10 പേരിൽ കുറച്ചും കൂടെ അതിനെ നയിക്കാൻ കഴിവുള്ളത്, അയാളല്ലേ അതിൻ്റെ ചെയർമാനാക്കുക. എന്ന പോലെ ഇത് ട്രസ്റ്റാണ്, ഭാര്യയും ഭർത്താവും അടങ്ങിയത്. 2 ആളേ ഉള്ളൂ കേട്ടോ, 2 ആളുള്ള ട്രസ്റ്റാണ്. 2 ആളുകൾ ഈക്വലാണ്, യഥാർത്ഥത്തിൽ ഈക്വലാണ്. പക്ഷേ 2 ആളും ഈക്വൽ ആയിരിക്കും. കാരണം സൗജ് സൗജത്ത് എന്ന ഖുറാൻ്റെ പ്രയോഗം, അതിന് ഭാര്യ ഭർത്താവ് എന്നൊക്കെ അർത്ഥം പറഞ്ഞ് നമ്മളാ. ഭാര്യയും ഭർത്താവൊന്നുമല്ല, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവളൊന്നുമല്ല. അത് മലയാളത്തിൽ അങ്ങനെയാ. ഇസ്ലാമിന് ഇണയും തുണയുമാണ്, 2 ആളും ഒരുപോലെയാണ്. പക്ഷേ 2 ആളും ഒരുപോലെ ആയിരിക്കെ ഏതെങ്കിലും ഒരാൾ ചെയർമാനാകണ്ടേ? അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ ആരാകും? ഭർത്താവിനെ പടച്ചോൻ ചെയർമാനാക്കി. അത് പടച്ചോനാക്കിയതാണ്. എന്താ കാരണം? വെറുതെ ആക്കിയതല്ല, 2 ക്വാളിറ്റി പരിഗണിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാഇ, പുരുഷന്മാരാണ് സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവർ. ഈ അധികാരമാണ് ചെയർമാൻ എന്നുള്ള അധികാരം. എന്താ കാരണം? ബിമാ ഫല്ലലല്ലാഹു ബഅലഹും അലാ ബഅലിൻ, സ്ത്രീകൾക്കില്ലാത്ത ഈ കാര്യത്തിൽ, ഈ കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പുരുഷന്മാർക്കില്ലാത്ത ചില പ്രത്യേകത സ്ത്രീകൾക്കില്ലാത്ത ചില പ്രത്യേകത പുരുഷന്മാർക്കുണ്ട്. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളെന്നറിയോ? ഒന്ന്, ധൈര്യം. ആണിനാണോ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കാര്യമല്ല പറഞ്ഞിട്ടോ, ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാകും. ഒരു പേടിത്തൊണ്ടനാണ്, അവിടുത്തെ കാര്യമൊക്കെ നോക്കുന്ന പെണ്ണുങ്ങളാണ്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പൊതുവേ സമൂഹത്തെടുത്താൽ ആണിനാണോ പെണ്ണിനാണോ ധൈര്യം ഉണ്ടാകുക? ആണിന് തന്നെയാണ്, ഒരു സംശയമില്ല. വീട്ടിലപ്പുറത്തൊരു ഒച്ച കേട്ട് അടുക്കളയുടെ ഭാഗത്ത് മുറ്റത്ത്, അടുക്കളയുടെ ബാക്കിൽ മുറ്റത്തൊരു ചെറിയ സൗണ്ട് കേട്ടപ്പോൾ രാത്രിയിൽ പാതരാക്കി എന്താ നോക്കാൻ വേണ്ടി മൂപ്പരെ ടോർച്ച് എടുത്ത് ഇങ്ങനെ പോണ സമയത്ത് ചിലപ്പോൾ പെണ്ണുങ്ങൾ പിന്നീന് പിടിച്ചു വലിക്കും. നിങ്ങളാ മൂപ്പരെയും കൂടി ഒന്ന് വിളിച്ചോന്ന്, നിങ്ങൾ ഒറ്റക്ക് പോകണ്ടെന്ന് പറയൂലേ? അത്രേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് ധൈര്യം. ആണാണെങ്കിൽ ചിലപ്പോൾ പോയി നോക്കും. അപ്പോൾ ഒന്ന് ധൈര്യമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ്. ആണിനാണോ പെണ്ണിനാണോ ആരോഗ്യം കൂടുതലുണ്ടാകുന്ന പറഞ്ഞാൽ ഇത് പെണ്ണുങ്ങളെ പിണക്കാൻ വേണ്ടി പറയല്ല, അത് യാഥാർത്ഥ്യമാണ്. പെണ്ണിന് വേറെ കുറേ ഗുണങ്ങളുണ്ട്, അതിൻ്റെ അടുത്തേക്ക് പോലും എത്തൂല പുരുഷന്മാർ. അത് വേറെ നിലക്കാണ് പരിഗണിച്ചിട്ടുള്ളത്. പുരുഷന്മാർക്കാണ് ആരോഗ്യം കൂടുതൽ, സംശയമൊന്നുമില്ല. എന്തെങ്കിലും വലിയൊരു ചെമ്പ്, ഒരു ബിരിയാണി ചെമ്പ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ചില പെണ്ണുങ്ങൾ പോലും ചോദിക്കും, മോനെ ആൺകുട്ടികൾ 3-4 ആൺകുട്ടികളെ കൊണ്ട് വിളിച്ചിടാന്ന് പറയും. പെൺകുട്ടികളെ വിളിച്ചതല്ല പറയാ, ആൺകുട്ടികളെ. അതുകൊണ്ടുവരണമെങ്കിൽ ആൺകുട്ടികൾ വേണം. അപ്പോൾ ആരോഗ്യം, അതുപോലെ പിന്നെ ധൈര്യം, ഇങ്ങനെ ചില ക്വാളിറ്റീസ്. രണ്ടാമതൊന്ന് പറഞ്ഞത് കുടുംബത്തിൻ്റെ സാമ്പത്തികം കണ്ടെത്തൽ പുരുഷന്മാരുടെ ബാധ്യതയാണ്. പെണ്ണുങ്ങൾ കണ്ടെത്താൻ പറ്റൂലേ? കണ്ടെത്താൻ പറ്റും, പക്ഷേ അത് അല്ലാഹു തആല അവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ പുരുഷൻ കുടുംബത്തിലേക്കുള്ള സമ്പത്ത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാണ്. പെണ്ണ് കണ്ടെത്തിയില്ല വെച്ച് കുഴപ്പമൊന്നുമില്ല, കണ്ടെത്തൽ ഹലാലുമാണ്. എന്നാൽ അതുകൊണ്ട് പുരുഷൻ ചെയർമാൻ ആയിരിക്കെ, ഞാൻ പറയുന്നു ഇത് അല്ലാഹ് ആക്കിയതാണ്, ആയിരിക്കെ ആ ചെയർമാനിൻ്റെ അനുവാദമില്ലാതെ ആ സൊസൈറ്റിയുടെ സെക്രട്ടറി ആവുന്ന ഭാര്യയ്ക്ക് ഒരു കടലാസ് പോലും ഒപ്പിടാൻ അനുവാദമില്ല. ഒരു പേപ്പർ പോലും ഒപ്പിടാൻ പറ്റില്ല. ചെയർമാൻ വേണം ഒപ്പിടാൻ, ചെയർമാൻ്റെ അനുവാദം വേണം പാസ്സാക്കി കൊടുക്കണമെങ്കിൽ. ഇപ്പോൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട് വിട്ടിറങ്ങുന്നവർ എത്ര പ്രായമുള്ള പെണ്ണാണെങ്കിലും അവൾ അള്ളാഹുവിനെ ധിക്കരിച്ചവളാണെന്ന് പച്ച മലയാളം. ഭർത്താക്കന്മാർ അനുവാദമില്ല. ഇനി ഭർത്താക്കന്മാർ പിന്നെ ഇത് കേട്ടിട്ട് അങ്ങനെ വല്ലാണ്ട് ഞെളിയൊന്നും വേണ്ട, അതല്ല ഞാനീ പറയുന്നത്. ഭർത്താക്കന്മാർ അതിനൊക്കെ ചില നിയമങ്ങളും ചുട്ടവട്ടങ്ങളൊക്കെ പടച്ചോനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തോന്നിയ പോലെ ചെയ്യാനുള്ളതല്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് പിന്നെ സ്വന്തമായിട്ട് ജോലിയുണ്ട്, സ്വന്തമായി വരുമാനമുണ്ട് എന്ന് കരുതി പിന്നെ മൂപ്പരെ കാര്യം നോക്കിക്കോട്ടെ എന്ന് വല്ല സ്ത്രീകളും പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെയും റസൂലിനെയും വെല്ലുവിളിക്കലാണ്. ഇനി പുരുഷന്മാർ സ്ത്രീകളോട് കാണിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് മുമ്പ് സൂചിപ്പിച്ചു പോയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും, ആ കുടുംബത്തിലെ മക്കൾ, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഒരു നല്ല ഉമ്മയാണ്. നല്ല ഉമ്മാനെ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം
മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഒരു നല്ല ഉപ്പയെ കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക? കല്യാണത്തിന് മുമ്പ് തന്നെ ആലോചിക്കണം, പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ആലോചിക്കണം, കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. ഈ കെട്ടാൻ പോകുന്ന പെണ്ണ് അല്ലെങ്കിൽ എൻ്റെ നിക്കാഹ് ചെയ്യാൻ പോകുന്ന ഈ ചങ്ങാതി എൻ്റെ കുട്ടികളുടെ വാപ്പാകാനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഞാനൊരു പെണ്ണ് കെട്ടുമ്പോൾ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചാൽ എനിക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികളുടെ ഉമ്മയാകാനുള്ള വല്ല ഗുണഗണം ഇവളിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് കെട്ടിയാൽ മതി. അല്ലാണ്ട് വഴിയിൽ നിന്ന് കണ്ട്, ഹോസ്റ്റലിൽ നിന്ന് കണ്ട്, കോളേജിൽ നിന്ന് കണ്ട്, ബസ്സിൽ നിന്ന് കണ്ട് എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് കെട്ടിച്ച് കൊണ്ടുവരേണ്ടതല്ല. ഇതിപ്പം ഈ ലിബറലിസ്റ്റുകൾ വല്ലാതെ തള്ളിവിടുന്ന ഒരു ആശയമാണ്. നമ്മുടെ വീടുകളിൽ വരെ ഈ ചിന്താഗതി എത്തി. അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് പരലോകമില്ല, ആഖിറവുമില്ല, ഹിസാബുമില്ല, ഖബറുമില്ല, ഒന്നുമില്ല. നമ്മളിതൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഈ ദുരന്തം പല വീടുകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മോമിനികളെ, ഞാൻ ഇത് വല്ലാത്തൊരു വിഷയത്തിലാണ് കൈവച്ചത് അല്ലേ, വലിയൊരു വിഷയം. ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ, ജസ്റ്റ് ഒരു ക്ലൂ തന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീടുകളിൽ ആകണം ഇസ്ലാം ഉണ്ടാവേണ്ടത്. മക്കളൊക്കെ വലിയ സബ്ജക്റ്റാണ്. മക്കളെ എങ്ങനെ വളർത്തുന്നത് പലർക്കും അറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഏതാ മറ്റേ ആൽഫ കഴിഞ്ഞു, ബീറ്റ വളർന്നു വരുന്നുള്ളൂ. ആൽഫ കുട്ടികളെ കൈകാര്യം ആൽഫ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ പലർക്കും അറിയില്ല. ജൻസി ആണ് ഇപ്പോൾ മുമ്പുള്ള ഈ കൗമാരക്കാർ. അതും കഴിഞ്ഞിപ്പോൾ ആൽഫ കഴിഞ്ഞു. അതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? ഇപ്പോഴത്തെ തലമുറയെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ തലമുറ എന്താണെന്നും അവരുടെ പ്രകൃതം എന്താണെന്നും അവരുടെ സ്വഭാവം എന്താണെന്നും അവരെ ഉണ്ടാക്കുന്ന രക്ഷിതാക്കൾ അറിയണം. അതിനെക്കുറിച്ച് ലോകത്ത് വലിയ പഠനങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒരു സ്റ്റോപ്പ് ചെയ്യാൻ കിട്ടണില്ല, എന്നാലും പിന്നെ സ്റ്റോപ്പ് ചെയ്തല്ലേ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളാണ് വരുന്നത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈദാണല്ലോ. ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷമാണ്. പെരുന്നാളിലെ ആഘോഷം പെരുന്നാൾ കഴിഞ്ഞ് ഏതെങ്കിലും ജാഹിലിയ ആഘോഷത്തിലേക്ക് നമ്മൾ ഓടിപ്പോകരുത്. പെരുന്നാൾ ദിവസം നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. അത് പല നിലക്കുള്ള ആഘോഷം, ഇബാദത്തുകൾ, കുടുംബബന്ധം ചേർക്കലുകൾ, പിന്നെ പാട്ടുകൾ, കളികൾ ഒക്കെ ആവാം, പ്രത്യേകിച്ച് പെരുന്നാൾ സുദിനത്തിൽ. അതുകൊണ്ട് നമ്മുടെ കമ്മിറ്റി ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. ഒരു പെരുന്നാൾ ഈദ് നിശ എന്നല്ലേ, ഇശൽ വിരുന്ന് എന്ന പേരിൽ പെരുന്നാളിൻ്റെ അന്ന്, വെള്ളിയാഴ്ചയാണെങ്കിൽ അന്ന്, ശനിയാഴ്ചയാണെങ്കിൽ അന്ന്, നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് 7 മണി മുതൽ 10 മണി വരെയുള്ള ഒരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി സംഗതിയൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ രക്ഷിതാക്കൾ കുട്ടികളാണല്ലോ. ആ അർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ടിയുള്ള പരിപാടിയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ നേരെ മറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇത് പെരുന്നാളാണ്, അത് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ കൂടിയുള്ളതാണ്. ആ അർത്ഥത്തിൽ അതിൻ്റെ പരിധി വിടാതെയുള്ള ഇസ്ലാമിക വൃത്തത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ജാഹിലിയത്തിലേക്കൊന്നും പോകാതെ എല്ലാവരും കുടുംബസമേതം അവിടെ അന്ന് അവിടെ ചിലവഴിക്കുക. അവർ എൻജോയ്മെൻറ്റും സംഗതിയൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ നേടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ ഇസ്ലാം എന്ന് പറയുന്നു മാതാപിതാക്കളിലും മക്കളിലും ഇണകളിലുമൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ദീനീ ബോധം റഹ്മാനായ റബ്ബ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി തരുമാറാകട്ടെ, നമ്മുടെ മഹല്ലിൽ ഉണ്ടാക്കി തരുമാറാകട്ടെ. അതുവഴി സന്തോഷവും സമാധാനവും ഐക്യവും കെട്ടുറപ്പുമുള്ള ഒരു നല്ല നാടായി, ഒരു നല്ല മഹല്ലായി, നല്ല കുടുംബങ്ങളായി നമ്മളെല്ലാവരെയും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.